ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു Indo-Italian ഡിഷസ്. ഇത് ഞാൻ ഓർത്തു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റവ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് ഒത്തിരി പുളിക്കാൻ വേണ്ടി ഒത്തിരി സമയം വെക്കുകയോ ഒന്നും വേണ്ട, എളുപ്പമാണ്. അന്നേരെ റവയൊക്കെ എടുത്ത് കുതിർത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാൻ എന്തിനാ റവ ഇങ്ങനെ ഉണ്ടാക്കണം, എടുക്കണം, കുതിർക്കുന്നതെന്നൊക്കെ പറഞ്ഞു. നമുക്ക് വീഡിയോയിലേക്കല്ലേ നമ്മൾ പോകുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് വീഡിയോയിൽ നോക്കിയിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റൻറ്റ് റവ അപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് കിച്ചണിൽ വെക്കുന്നത് നോക്കാം. എളുപ്പമാണ്. അതിന് തലേദിവസം വൈകിട്ട് അരച്ച് വെക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് 1 മണിക്കൂറോ അരമണിക്കൂറോ മിനിമം അരമണിക്കൂറെങ്കിലും ഇരുന്നിട്ട് അരച്ച് വെച്ച് കഴിഞ്ഞാൽ മിനിമം അരമണിക്കൂർ കഴിഞ്ഞിരുന്നതുകൊണ്ട് നമുക്കത് ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കാവുന്നതാണ്. ആ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ: 1.5 കപ്പ് റവ, 3 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, 2 കപ്പ് വെള്ളം, ലൂക്ക് വാം വാട്ടർ എന്ന് പറഞ്ഞാൽ ചെറു ചൂടുവെള്ളം. ഒത്തിരി ചൂടാകും പോലെ ഒത്തിരി തണുത്ത വെള്ളമാകരുത്. ഒത്തിരി ചൂടുവെള്ളം ആയിപ്പോയാൽ അതിൻ്റെ ഈസ്റ്റ് ഡൈ ആയിപ്പോവും. അപ്പം ലൂക്ക് വാം വാട്ടർ 2 കപ്പ്. അപ്പോൾ വെള്ളം എടുക്കുമ്പം നമ്മൾ ഏത് മെഷറിംഗ് കപ്പിലാണോ നമ്മൾ റവ എടുത്തത് ആ സെയിം മെഷറിംഗ് കപ്പ് തന്നെ 2 കപ്പ് വെള്ളം എടുക്കണം. എന്നാലേ അരച്ച് വരുമ്പം കറക്റ്റായിട്ട് ആ ബാറ്റർ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരുന്ന മാവ് അരമണിക്കൂർ കഴിഞ്ഞു. അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ കുഴപ്പമില്ല. 1.5 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. ഇതിപ്പം 3/4 മണിക്കൂറോളം കഴിഞ്ഞു. അരമണിക്കൂറാണ് സാധാരണ എടുക്കാൻ ഞാൻ പറഞ്ഞത്, പക്ഷെ 3/4 മണിക്കൂർ കഴിഞ്ഞു. കാരണം അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. ഇനി നമുക്കിത് ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി ഫ്രൈങ് പാൻ വെച്ചിട്ട് അത് ചൂടാകുമ്പോൾ ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ ഈ മാവിൻ്റെ അകത്ത് ഉപ്പിട്ടിളക്കി ഒരു പാൻ വെച്ച് ചൂടാകാനായിട്ട്, പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നല്ലപോലെ ഇളക്കിയിട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. ഇതിന് ഹോൾസ് എല്ലാം അപ്പത്തിന് വീണിട്ടാൽ മതി. ഇപ്പോൾ ഹോൾസ് എല്ലാം ഒരുമാതിരി വീണിട്ടുണ്ട്. ആ മാവ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഈ അപ്പം തിരിച്ചിട്ട് കൊടുക്കാമേ. കാരണം ഇപ്പുറത്തെ സൈഡിലൂടെ വേകട്ടെ. ഇപ്പം നമ്മൾ ഈ ഇട്ട അപ്പം മൂത്തിട്ടുണ്ട്. ഇതങ്ങ് എടുക്കാമേ. കണ്ടോ? അതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാ അപ്പങ്ങളും ചുട്ടെടുക്കാം. 1-2 കൂടെ ഞാൻ ചുട്ട് കാണിക്കാം. ഞാൻ സാധാരണ ഹോൾസ് എല്ലാം ഒന്ന് വീണ് കഴിഞ്ഞ് ഈ മാവ് ഒരുമാതിരി വെന്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ വെള്ളയപ്പം ചുടുന്ന പോലെ തന്നെ. പക്ഷേ സാധാരണ വെള്ളയപ്പം ചുടുമ്പോൾ തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഇതെനിക്ക് തിരിച്ചിട്ടിട്ട് വേവിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടമേ. നമ്മൾ നേരത്തെ ചുട്ട് വെച്ച അപ്പം കണ്ടോ, നല്ല ഹോൾസൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? ഈ രണ്ടാമത്തെ ഒഴിച്ച അപ്പം ശരിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിന് പാനിൽ നിന്ന് എടുക്കാം. അതിന് നല്ല വെള്ളയപ്പം, നല്ല അരിമാവിൽ ഉണ്ടാക്കുന്ന പച്ചരിയിൽ ഉണ്ടാക്കുന്ന വെള്ളയപ്പം പോലെ തന്നെ ഹോൾസ് എല്ലാം കറക്റ്റായിട്ട് വീണിട്ടുണ്ട്. ഉണ്ടാക്കിയ അപ്പം എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് അരിമാവിൻ്റെ അപ്പം ഉണ്ടാക്കി അതേപോലെ തന്നെ അതൊന്ന് സോഫ്റ്റാണ്. നമുക്കൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതിൻ്റെ കൂട്ടത്തിൽ കോമ്പിനേഷനായിട്ട് ചിക്കൻ കറിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. അങ്ങനെ അപ്പവും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് അപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് അപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. നിങ്ങൾ റവപ്പൊടി നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അത് അരഞ്ഞില്ലെങ്കിൽ അപ്പോൾ ഇതുപോലെ സോഫ്റ്റായിട്ട് വരത്തില്ല കേട്ടോ. സോഫ്റ്റാണ് അപ്പം. അപ്പം നിങ്ങൾ എടുക്കുമ്പം അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് വന്നില്ലെങ്കിൽ അത് ഇച്ചിരി സോഫ്റ്റ് ആക്കാൻ പാടാണേ. അപ്പം നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം
എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ഒരു പുതിയൊരു വെറൈറ്റി ഡിഷുമായി വരുന്നിടം വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.